പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി ഭീമാപള്ളിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് അനുവദിക്കുന്നതിൽ പരാതി. അർഹരായവരോട് വിവേചനം കാട്ടുന്നുവെന്നാണ് പരാതി ഉയരുന്നത്. മുട്ടത്തറയിലെ ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം. കടലാക്രമണത്തിൽ വീട് നഷ്ടമായ ഭീമാപള്ളിക്കാർക്ക് പറയാനുള്ളത് അവഗണനയുടെ ചരിത്രം മാത്രമാണ്. 2016 ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യഘട്ട പുനർവാസ പദ്ധതിയിൽ ഭീമാപള്ളിയിലെ അർഹരായ 168 അപേക്ഷകർ ആദ്യം അവഗണിക്കപ്പെട്ടു. ഞങ്ങൾക്കുള്ള കോൺട്രിബ്യൂഷൻ കിട്ടാതെ പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവും പ്രതിഷേധവുമുണ്ട്. ഒരു വിഭാഗത്തിനെ മാത്രം അവഗണിച്ചതിൽ പ്രതിഷേധമുയർന്നതോടെ അന്നത്തെ ഫിഷറീസ് മന്ത്രി നേരിട്ട് ഭീമാപള്ളി മഹൽ ഓഫീസിലെത്തി. മറ്റൊരിടത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പു നൽകി. തുടർന്ന് വെറും 20 പേർക്ക് മാത്രമാണ് വീട് ലഭിച്ചത്. ഞാൻ വീട് കെട്ടി പൂർത്തിയാക്കും, വീട് കടൽക്ഷോഭത്തിൽ നഷ്ടമായി. ഞാൻ എഴുതി പല തവണയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നൽകിയ 587 പുതിയ അപേക്ഷകളും മുൻപ് നൽകിയ അപേക്ഷകളുമായി 735 പേർ ഭവനരഹിതരായി ഫ്ളാറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് 36 പേർക്ക് മാത്രം ഫ്ളാറ്റ് നൽകുന്നത്. ഒരു പ്രദേശത്തെയും ഒരു മതവിഭാഗത്തെയും മാത്രം ഒഴിവാക്കി ഫ്ളാറ്റുകൾ വിതരണം ചെയ്യുന്നത് വിവേചനമാണെന്ന് ആവർത്തിക്കുകയാണ് ഭീമാപള്ളിക്കാർ. ഭീമാപള്ളിയിലെ തീരദേശവാസികളോട് കടുത്ത അവഗണനയാണ് തുടർന്നു പോരുന്നത്. അവർക്ക് ആത്മാഭിമാനത്തോടെ കയറിക്കിടക്കാൻ ഒരിടം വേണം. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കും സജിൻ ലാലിനുമൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.